എവിടെയാണ് നമ്മുടെ രാജ്യം പോയി നിൽക്കുന്നത്? അതല്ലേ അഡ്രസ്സ് ചെയ്യേണ്ടത്? ഏത് ശൈലിയിലാണ് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതല്ലേ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്? നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്താണ്? ക്രിസ്ത്യാനികൾ നിങ്ങളെ കേരളത്തിലെ സ്കൂളുകളിൽ പഠിപ്പിച്ച പിന്നെന്താണ് സിസ്റ്റർമാരും അച്ഛന്മാരും ഒക്കെ നിങ്ങളെ മതം മാറ്റിയോ? നിങ്ങളെ ആശുപത്രി ശുശ്രൂഷിച്ചിരുന്ന അച്ഛന്മാരും സിസ്റ്റേഴ്സും നിങ്ങളെ ആരെങ്കിലും മതം മാറ്റിയോ? ഇവിടുത്തെ ബി ജെ പിക്കാരോടാണല്ലോ ചോദിക്കുന്നത്. ബി ജെ പിക്കാർ ഒത്തിരി ക്രിസ്ത്യൻ ആശുപത്രികളിൽ ചികിത്സിച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പോഴും പല ക്രിസ്ത്യൻ ആശുപത്രികളിലും ബി ജെ പിക്കാർ കിടക്കുന്നുണ്ടാവുമല്ലോ. നിങ്ങളുടെ മക്കൾ എത്ര ക്രിസ്ത്യൻ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്, വിദ്യാലയങ്ങളിൽ പഠിക്കുന്നുണ്ട്. അവിടുത്തെ സിസ്റ്റർമാരാരെയും നിങ്ങളെ മതം മാറ്റാൻ വന്നോ? അങ്ങനെയാണെങ്കിൽ മതം മാറ്റാനാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം ഇവിടെയല്ലേ? ഇവിടെയാണല്ലോ ഇവർക്ക് ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും പിടിപാടുള്ള സ്ഥലം. ഇവിടെ ആരെങ്കിലും മതം മാറ്റിയിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്തിട്ടോ? ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം, അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം, സിസ്റ്റേഴ്സ് അവർ ആതുര സേവനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ്. അവരുടെ ജീവിതം അതിനുവേണ്ടി മാറ്റിവെച്ചവരാണ്. അതിനു വേണ്ടിയിട്ടാണ് അവരായിരുന്നു തിരുവസ്ത്രം വിട്ടിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. അവരെ കാണുമ്പോൾ നമ്മൾ ബസ്സിൽ എണീറ്റ് കൊടുക്കുന്നുണ്ട്, നമ്മളൊരു സീറ്റ് കൊടുക്കുന്നുണ്ട്. എന്തിനാണ് സീറ്റ് കൊടുക്കുന്നത്? സീറ്റ് കൊടുക്കുന്നത് അവരോടുള്ള ബഹുമാനം കൊണ്ടാണ്. ഈ കുഷ്ഠരോഗികളുടെ ഇടയ്ക്കും ഈ പറഞ്ഞ അശരണരയ്ക്കും ആരും ഇല്ലാത്തവരുടെ ഇടയ്ക്ക് പ്രവർത്തിക്കുന്നവരാണ്. അവരെ പോകുന്നുള്ളല്ലോ ഈ ആദിവാസികളുടെ ഇടയ്ക്ക് പിന്നോക്ക വിഭാഗത്തിൻ്റെ അടുത്തും അവരല്ലേ പോകുന്നുള്ളൂ. ഈ RSSകാർ പോകുന്നുണ്ടോ? ഈ BJP കാർ പോകുന്നുണ്ടോ? ഈ പറയുന്ന മേനി നടിക്കുന്ന ഏതെങ്കിലും ഒരുത്തും പോകുന്നുണ്ടോ? ഒരുത്തിനും പോകുന്നില്ലല്ലോ. അവിടെ പോയി കുഷ്ഠരോഗികളുടെ വ്രണത്തിൽ മരുന്ന് വയ്ക്കാൻ വേണ്ടി ഇവരെല്ലാം ഉണ്ടായിരുന്നുള്ളൂ.